ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടു. യുദ്ധം 20-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേലും അമേരിക്കയും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. യുദ്ധം 20-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇറാനിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേലും അമേരിക്കയും. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു. എന്നാൽ ഇറാൻ ഇതുവരെ ഇന്റലിജൻസ് മിനിസ്റ്റർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ താനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യത്തിന് എല്ലാ അധികാരവും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അലി ലാരിജാനി, റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഗുലാം റേസ സുലൈമാനി എന്നിവർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണങ്ങളിൽ ഇതുവരെ 1300-ലധികം ആളുകൾ മരിച്ചതായാണ് ഇറാൻ കണക്കാക്കുന്നത്. എന്നാൽ മരണസംഖ്യ 1850 കടന്നിരിക്കാമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ഇറാഖിലെ എർബിലിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ പോരാട്ടം നടക്കുന്ന ലബനനിലും മരണസംഖ്യ ഉയരുകയാണ്. ലബനനിൽ ഇതുവരെ 773 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ന് മധ്യ ബെയ്റൂട്ടിലെ സുഗാഗ് അൽ ബ്ലാറ്റിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ഗസയിൽ ഹമാസ് കമാൻഡർ യഹിയ അബുൽ അബ്ദയെ വ്യോമാക്രമണത്തിലൂടെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. അതേസമയം സെൻട്രൽ ഇസ്രായേൽ ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. മരിച്ചവർ ദമ്പതികളാണ്. വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് തൊടുത്ത മിസൈലിനെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തപ്പോൾ മറ്റൊരു മിസൈൽ സെൻട്രൽ ഇസ്രായേൽ പതിച്ചെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്.